റഷ്യ 3 ദിവസത്തെ വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിനു ശേഷം ആരാണ് തെറ്റ് ചെയ്യുന്നതെന്നും ആരാണ് ശരി ചെയ്യുന്നതെന്നും ആരെ അകപ്പെടുത്താം എന്നൊക്കെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് റഷ്യയും ഉക്രൈനും. ഇതിനിടെ റഷ്യ ചെയ്തൊരു കാര്യം. എന്തിനു വേണ്ടിയാണ് ഈ സീസ്ഫയർ കൊണ്ടുവന്നത്? സീസ്ഫയർ ഈസ്റ്ററിന് വേണ്ടി കൊണ്ടുവന്നു എന്ന് പറഞ്ഞാലും ഇതിന് പുറകിൽ ഒരു വലിയ ആക്രമണത്തിനു വേണ്ടി റഷ്യ തയ്യാറെടുക്കുന്നുണ്ട്. അതിനുള്ള ഒരു ചെറിയ സൂചനയും ലഭിച്ചിട്ടുണ്ട്. ഇവയെല്ലാം ഈ വീഡിയോയിലൂടെ വിശദമായി അറിയാം. നമുക്ക് വീഡിയോ മിഡിൽ ഈസ്റ്റിൽ നിന്നും ആരംഭിക്കാം. ഇറാനും അമേരിക്കയും തമ്മിലുള്ള ചർച്ചകളെക്കുറിച്ച് നമ്മൾ പലരും അറിഞ്ഞതാണ്. പക്ഷെ അതിന്റെ അടുത്ത പടി എന്താണ്, അല്ലെങ്കിൽ ഇറാൻ അടുത്തതായി എന്താണ് ചെയ്യാൻ പോകുന്നത്? ഇത് വലിയൊരു ചോദ്യമാണ്. ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ സഖ്യകക്ഷികൾ ഇപ്പോ ദുർബലമായ അവസ്ഥയിലാണ്. ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കാൻ ആഗ്രഹിക്കുന്നുവെന്നുണ്ടെങ്കിൽ ഇത് തന്നെയാണ് ഏക പോംവഴി. ഹമാസിന് അവരുടെ എല്ലാ ശക്തികളും നഷ്ടപ്പെട്ടു. ഹിസ്ബുള്ളയ്ക്ക് അവരുടെ എല്ലാ നേതാക്കളും ആയുധശേഖരവും നഷ്ടപ്പെട്ടു. അവർ ഒരു വിനാശകരമായ പ്രഹരത്തിലാണുള്ളത്. ഹൂത്തികൾക്ക് എതിരായ സമീപകാല ആക്രമണത്തിൽ അവരുടെ എല്ലാ എണ്ണ ഇന്ധന സൗകര്യങ്ങളും നശിപ്പിക്കപ്പെട്ടു. അപ്പോ ഇനി ഇറാനെ ആക്രമിക്കണമെന്നുണ്ടെങ്കിൽ ഇസ്രായേലിന് കുറഞ്ഞ സമ്മർദ്ദം മാത്രം ചെലുത്തിയാൽ മതി. അങ്ങനെയാണെങ്കിൽ അമേരിക്കയുടെ പദ്ധതി ഇവിടെ എന്താണെന്ന് ചോദിച്ചാൽ, ഇറാൻ അവരുടെ എല്ലാ ആണവ പദ്ധതികളും നയതന്ത്രപരമായി റദ്ദാക്കണം എന്നവർ ആഗ്രഹിക്കുകയാണ്. ഇതാണ് ചർച്ചകളിൽ സംഭവിക്കുന്നത്. പക്ഷേ ഇസ്രായേൽ ഒരുപക്ഷെ ഇതിന് ആഗ്രഹിക്കില്ല. ഇസ്രായേലിന്റെ ഉന്നത ഉദ്യോഗസ്ഥരും നേതാക്കളും പലരും പറയുന്നത് ഇസ്രായേലിന് ഈ അവസ്ഥ ഉണ്ടാകരുത് എന്നാണ്. അമേരിക്ക ഈ പ്രശ്നം തന്ത്രപരമായി പരിഹരിക്കാൻ ശ്രമിച്ചാൽ അത് നമുക്കൊരു നഷ്ടമായി മാറും. സമാന്തരമായി അടുത്ത ഘട്ട ചർച്ചകൾ എവിടെ നടക്കണം? ഇറാനും അമേരിക്കയും തമ്മിൽ എങ്ങനെ അടുത്ത പുരോഗതി കൈവരിക്കുമെന്ന ചർച്ചകൾ അടുത്ത ചില ദിവസത്തിൽ അറിയിക്കുമെന്നും പറഞ്ഞിട്ടുണ്ട്. ആദ്യഘട്ട ചർച്ച വിജയകരമായി, രണ്ടാം ഘട്ടവും ഒരു വിജയമായി തന്നെ കണക്കാക്കാം. ഇനി അടുത്ത ഘട്ടത്തെ നോക്കി പോവുകയാണെങ്കിൽ ഒരുപക്ഷെ കണക്കുകൂട്ടലുകൾ തെറ്റിയില്ലെങ്കിൽ തീർച്ചയായും ഇറാന്റെ സാമ്പത്തിക ഉപരോധം നീക്കാൻ അമേരിക്കയെ കൊണ്ട് എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യാൻ സാധിക്കും. പക്ഷേ അമേരിക്ക ഇറാന് യാതൊരു ഗുണവും ചെയ്യുന്നത് ഇസ്രായേലിന് ഒരുപക്ഷെ ഇഷ്ടപ്പെടില്ല. പക്ഷെ അമേരിക്ക ഇറാന് യാതൊരു ഗുണവും ചെയ്യാൻ പോകുന്നില്ല. അവർ ഇറാനിൽ നിന്നും വലിയൊരു തുക എടുക്കുകയും പകരം എന്തോ ഒരു കാര്യം ഇറാന് വേണ്ടി ചെയ്തു കൊടുക്കാനും പോകുന്നു. എല്ലാ സാമ്പത്തിക തടസ്സങ്ങളും അവർ നീക്കം ചെയ്തില്ലെങ്കിലും ചില മേഖലകളിൽ സാമ്പത്തിക ഉപരോധം നീക്കം ചെയ്താൽ ഇറാൻ വീണ്ടും വളരാൻ സാധ്യതയുണ്ട്. ഇനി റഷ്യയെ നോക്കിയാൽ പലയിടത്തും വെടിനിർത്തൽ കരാർ ലംഘിച്ചിട്ടുണ്ടെന്ന് രണ്ട് വിഭാഗവും മാറി മാറി പറയുന്നുണ്ട്. റഷ്യ പറയുന്നത് ഒരുപാട് സ്ഥലങ്ങളിൽ ആക്ച്വൽ റഷ്യ ഉക്രൈൻ ബോർഡർ കഴിഞ്ഞ് മറ്റ് സ്ഥലങ്ങളിലും ആർട്ടിലറി സ്ട്രൈക്ക് ഉക്രൈൻ നടത്തിയിട്ടുണ്ട്. 40-ലധികം ഡ്രോൺസിനെ ഈ ഒരു സീസ്ഫയർ കൊണ്ടുവന്നതിനു ശേഷം പോലും ഉക്രൈൻ ഫയർ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ എല്ലാം തെളിവുകൾ ഞങ്ങളുടെ പക്കൽ ഉണ്ടെന്നും റഷ്യ പറയുന്നു. റഷ്യ പറഞ്ഞത് മാത്രമല്ല, അവരുടെ പ്രധാനപ്പെട്ട വാർത്താ ഏജൻസികളായ RTയും സ്പുട്നിക്കും ഇവർ തെളിവുകളാണെന്ന് പറഞ്ഞ ചില വീഡിയോസും പുറത്തുവിട്ടിട്ടുണ്ട്. ഇതിപ്പോ ഒരു വലിയ കണ്ടന്റായി തന്നെ മാറിയിരിക്കുകയാണ്. മാത്രമല്ല ഉക്രൈന്റെ ഈ വെടിനിർത്തൽ ലംഘനങ്ങൾക്ക് തീർച്ചയായും മറുപടി നൽകുമെന്നും റഷ്യ അവരുടെ സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞു. അടുത്തതായി, ഈ വെടിനിർത്തൽ എന്തിനാണ് കൊണ്ടുവന്നത്? ഈസ്റ്ററിന് വേണ്ടിയാണ് വെടിനിർത്തൽ കൊണ്ടുവന്നതെങ്കിലും വെടിനിർത്തലിന്റെ അടുത്ത ഏതാനും മണിക്കൂറുകളിൽ തന്നെ രണ്ട് പ്രധാനപ്പെട്ട സംഭവങ്ങൾ റഷ്യ ചെയ്തു. A-50 AWACS വിമാനങ്ങളെ വളരെ ദിവസങ്ങൾക്ക് ശേഷം 2 ആഴ്ചയ്ക്ക് മുൻപ് റഷ്യ ഉക്രൈൻ വ്യോമാതിർത്തിയിൽ ആകാശത്തിന് മുകളിൽ ഈ വിമാനത്തെ പറത്തിയിരുന്നു. ആ സമയം ഇതൊരു വലിയ വാർത്തയായി. കാരണം ഏതാണ്ട് 1 വർഷത്തിന് ശേഷം ഈ റഡാർ വിമാനങ്ങൾ ഉക്രൈന് മുകളിലൂടെ പറത്തി. അടുത്ത് വീണ്ടും ചെയ്തത് A-50 AWACSഉം Su-35ഉം റഡാർ മിഷൻസിന് വേണ്ടി ഉപയോഗിച്ചു. ഇത് ഏതൊരു ഏരിയൽ ബാറ്റിലിന് വേണ്ടിയോ ഏതൊരു എയർ ടു ഗ്രൗണ്ട് സ്ട്രൈക്കിന് വേണ്ടിയോ അല്ല, നിരീക്ഷണത്തിന് വേണ്ടി മാത്രം അയച്ചു. ഉക്രൈന്റെ ക്രീമിയൻ പോസ്റ്റോട് ചേർന്നുള്ള പ്രദേശം, സത്യത്തിൽ അത് ഉക്രൈൻ നിയന്ത്രണത്തിലല്ല, റഷ്യൻ നിയന്ത്രണത്തിലാണുള്ളത്. ആ പ്രദേശങ്ങളിൽ A-50 AWACS വിമാനങ്ങളും, അതായത് എവിടെയാണോ ഇതിനു മുൻപ് A-50 AWACS വിമാനത്തെ വെടിവെച്ച് വീഴ്ത്തിയത് അതേ പ്രദേശത്ത് ഈ A-50 AWACS വിമാനവും വീണ്ടും മറ്റൊരു ഭാഗത്ത് സുമി റീജിയൻ കാർഖ്യൂ പ്രദേശത്ത് റഷ്യയുടെ Su-35 വിമാനങ്ങളും അതിന്റെ ട്രാൻസ്പോണ്ടർ ഓൺ ചെയ്തു വെച്ചിട്ട്, ഓഫ് ചെയ്തിട്ടല്ല,
ഓൺ ചെയ്ത് വച്ചിട്ട് എന്തോ സസ്പീഷ്യസ് ആയി തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഈ 2 വിമാനങ്ങളും ഫ്ലൈറ്റ് റഡാറിൽ അകപ്പെട്ടിട്ടുണ്ട്. ഇവർ എന്തിനു വേണ്ടി ആ വിമാനങ്ങളെ അവിടെ പറത്തി? ഒരു പക്ഷേ ഈ ഒരു 3 ദിവസത്തെ ഗ്യാപ്പിന് ശേഷം അവരെ ആക്രമിക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണോ? ഉക്രൈൻ സൈനികർ എവിടേക്കാണ് ഗ്യാദർ ആകുന്നത്? ഉക്രൈൻ സൈനികർ എവിടെയാണ് അവരുടെ മിഷൻസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നു? ഈ ഡേറ്റാസ് എല്ലാം എടുത്ത് റിവഞ്ച് അറ്റാക്ക് ചെയ്യാൻ, അല്ലെങ്കിൽ റഷ്യ ചെയ്തുകൊണ്ടിരിക്കുന്ന സുമി റീജിയൻ ഒഫൻസീവിൽ ഈ ഡേറ്റ എല്ലാം പ്രോസസ് ചെയ്ത് ഉക്രൈനെ വീണ്ടും ആക്രമിക്കാൻ തുടങ്ങിയാൽ ഒരു സിവിയറായ തിരിച്ചടി തന്നെ ഉക്രൈൻ നൽകാൻ കഴിയുമെന്നും പറയുന്നു. അപ്പോ റഷ്യ ഇവിടെ സീസ് ഫയർ കൊണ്ടുവന്നത് മാത്രമല്ല, ഈ സീസ് ഫയറിന് ശേഷം എന്തെല്ലാം ചെയ്യണം അതിനെല്ലാം ഇപ്പൊ തന്നെ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ സുമി റീജിയനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് മറ്റൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പോ ഈ കാർഖീവ് ആക്രമണം അല്ലെങ്കിൽ സുമി റീജിയനിലെ പുതിയ ആക്രമണം, ഇതിനകം നടക്കുന്ന ഈസ്റ്റേൺ ബ്ലോക്കോട് ചേർത്ത് വെച്ച് പലരും കാണുന്നുണ്ട്. ഇതങ്ങനെയല്ല. ഈസ്റ്റേൺ ഫ്രണ്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധത്തിനും സുമിയിൽ നടക്കുന്ന ബാറ്റിലിനും യാതൊരു ബന്ധവുമില്ല. പുതുതായി ഒരു ഫ്രഷ് ബാച്ച് ഓഫ് ആക്രമണം സുമിയിൽ തുടങ്ങിയിട്ടുണ്ട്. ഇതിൽ മറ്റൊരു കാര്യവും സംഭവിച്ചു. ഇത്രയും ദിവസം ഈ ഷാഹി ഡ്രോൺസ്, ജെറാൻ ഡ്രോൺസ് ഇവയൊക്കെ കൂടുതലായും സിംഗിൾ എക്സ്പ്ലോഷൻസ് മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ. എന്നാൽ സുമി റീജിയണിൽ വീണ്ടും ഉക്രൈൻ അധികാരികൾ ഉണ്ടായിരുന്ന സ്ഥലത്തും അവരുടെ വെഹിക്കിൾസ് ഉണ്ടായിരുന്ന സ്ഥലത്തും റഷ്യ ടാർഗറ്റ് ചെയ്ത് ആക്രമിച്ചിട്ടുണ്ട്. ഇത് ആ പ്രദേശത്തുള്ള ഒരു രഹസ്യാന്വേഷണ ഡ്രോണിൽ ദൃശ്യമായി എടുത്തിട്ടുണ്ട്. ഇത്തവണ റഷ്യയുടെ ജെറാൻ ഡ്രോൺസ് ഇരട്ട സ്ഫോടനം അവിടെ നടത്തി. അതായത് അവിടെ ഉണ്ടായിരുന്ന കണ്ടെയ്നർ ട്രക്കിന് ഒരു 3-4 മീറ്റർ ഉയരമുണ്ടാകും. അതിൽ നിന്ന് 1 മീറ്റർ ഉയരത്തിന് മുകളിൽ ഫസ്റ്റ് ഏരിയൽ ബേസ്റ്റ് നടന്നിട്ടുണ്ട്. അതിനുശേഷം ആ വാഹനങ്ങളിൽ ഇടിച്ച് അല്ലെങ്കിൽ അതിന് തൊട്ടടുത്തേക്ക് വരുമ്പോ തന്നെ മറ്റൊരു സ്ഫോടനവും ഉണ്ടായി. ഇങ്ങനെ ഒരു ഡ്യുവൽ എക്സ്പ്ലോഷൻ ഒരു ഡ്രോണിൽ സംഭവിക്കുന്നത് ഒരുപക്ഷെ ഇത് ആദ്യമായിരിക്കാം. അതും ഈ ഡ്രോൺ വാർഫെയറിൽ. സൂയിസൈഡ് ഡ്രോൺസ് എല്ലാം, റഷ്യയുടെ ലാൻസർ ഡ്രോൺസ്, ജെറാൻ, ഉക്രൈൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഡ്രോൺസ്, ഇവയെല്ലാം സൂയിസൈഡ് മിഷൻസിന് വേണ്ടി ഉപയോഗിക്കുന്നതെല്ലാം സിംഗിൾ എക്സ്പ്ലോഷൻസ് മാത്രമേ നടത്തിയിട്ടുള്ളൂ. ഇതെന്തെങ്കിലും ടെക്നിക്കൽ ഗ്ലിച്ചാണോ അല്ലെങ്കിൽ റഷ്യ സത്യത്തിൽ പുതിയ ടെക്നോളജി എന്തെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടോ ഒന്നും അറിയില്ല. ഇപ്പോ ആ വീഡിയോ വളരെ വൈറൽ ആവുകയാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. 2 എക്സ്പ്ലോഷൻ സംഭവിച്ചു എന്ന് പറഞ്ഞു. പാരലായി മറ്റ് 2 എക്സ്പ്ലോഷൻസ് കൂടെ അവിടെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോ 3 ഡ്രോണുകൾ അവിടെ ഡുവൽ എക്സ്പ്ലോഷൻസ് നടത്തിയിട്ടുണ്ട്. ഇത് ടെക്നിക്കൽ ഗ്ലിച്ച് ആയിരിക്കാനുള്ള സാധ്യത തീർച്ചയായും കുറവാണ്. ഇതിനെക്കുറിച്ച് കൂടുതൽ അപ്ഡേറ്റ് അറിയുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങളെ അറിയിക്കാം. അടുത്തതായി ഫ്രാൻസിന്റെ സീസർ സെൽഫ് പ്രൊപ്പൽഡ് ആർട്ടിലറി റഷ്യയുടെ ഒരു ഡ്രോൺ യൂണിറ്റ് ന്യൂട്രലൈസ് ചെയ്ത വീഡിയോ വീണ്ടും വൈറലാവുകയാണ്. 2 ദിവസം മുൻപാണ് ഈ സംഭവം നടന്നത് എന്ന് പറഞ്ഞാലും കൃത്യമായ സ്ഥലവും തീയതിയും നമുക്കറിയില്ല. ഭൂമിശാസ്ത്രപരമായ ദൃശ്യങ്ങൾ അനുസരിച്ച് നോക്കുകയാണെങ്കിൽ നിലവിൽ യുദ്ധം നടക്കുന്ന സുമി മേഖലയ്ക്കടുത്താണ് ഇത് സംഭവിച്ചത്. മാത്രവുമല്ല, കേഴ്സ്കിലെ യുദ്ധം വീണ്ടും ചൂടുപിടിക്കുകയാണ്. സുമിയിൽ അവരുടെ ഏരിയ ബാറ്റിൽ ആരംഭിച്ചതിനു ശേഷം കേഴ്സ്കിൽ ഉണ്ടായിരുന്ന ഉക്രൈൻ സൈനികരെ തള്ളി സുമിയിലേക്ക് മാറ്റുകയും റഷ്യ മുന്നേറാൻ തുടങ്ങിയിട്ടുമുണ്ട്. റഷ്യ ഉക്രൈൻ യുദ്ധം ആരംഭിച്ച സമയത്ത് റഷ്യ ഒരു 600-700 ചതുരശ്ര കിലോമീറ്റർ പിടിച്ചെടുത്തിരുന്നു. അത് ഉക്രൈൻ അവരുടെ പ്രത്യാക്രമണത്തിൽ പിടിച്ചെടുത്തു. എന്നാൽ അതിപ്പോ വീണ്ടും റഷ്യൻ നിയന്ത്രണത്തിലാകാൻ സാധ്യതയുണ്ട്. തുടക്കത്തിൽ കാർഖീവ് പ്രദേശം മുഴുവനും നോക്കിയാൽ 1800-2000 ചതുരശ്ര കിലോമീറ്റർ റഷ്യ പിടിച്ചെടുത്തിരുന്നു. പക്ഷെ റഷ്യക്ക് ആ പ്രദേശം കൈവശം വയ്ക്കാൻ സാധിച്ചില്ല. അവർക്ക് ആവശ്യമായ സൈനികർ ഇല്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ ആ പ്രദേശം വിട്ട് റഷ്യ പുറത്തേക്ക് വന്നു. വീണ്ടും ആ പ്രദേശങ്ങൾ റഷ്യ ടാർഗറ്റ് ചെയ്ത് പിടിച്ചെടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിനിടയിൽ ഈ മാറിക്കൊണ്ടിരിക്കുന്ന യുദ്ധതന്ത്രങ്ങളിൽ ഇഗ്ല മാൻപാഡ് സിസ്റ്റം ഉപയോഗിച്ച് KH-101 ക്രൂയിസ് മിസൈൽസിനെ ഉക്രൈൻ ഡിഫൻഡ് ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ മോഡേൺ വാർഫെയറിൽ മാൻപാഡ്സ് ഉപയോഗിച്ച് ക്രൂയിസ് മിസൈൽസിനെ ഡൌൺ ചെയ്യുന്നത് ഒരു പുതിയ തന്ത്രമായി മാറിയിട്ടുണ്ട്. അതിനാവശ്യമായ ഇൻഫ്രാറെഡ് ഗൈഡൻസ് സിസ്റ്റം ശരിയായി നൽകുകയാണെങ്കിൽ ഏത് രീതിയിലെല്ലാം ആക്രമിക്കാൻ കഴിയും എന്നുള്ളത് കാണിക്കുകയാണ്. ആൾട്ടിറ്റ്യൂഡ് കുറവുള്ള സമയത്ത് വിമാനങ്ങളെ മാത്രമല്ല ക്രൂയിസ് മിസൈൽസിനെ വെടിവെച്ച് വീഴ്ത്താൻ കഴിയും എന്നുള്ളത് ഈ ഒരു സംഭവത്തിലൂടെ തന്നെ നമുക്ക് അറിയാൻ കഴിയും. ഈ ഒരു വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഇറാനുമായി അമേരിക്ക ചർച്ച നടത്തുന്നത് തീർച്ചയായാലും ഇസ്രായേലിന് ഇഷ്ടപ്പെടില്ല. അപ്പോ ഇതിൽ എന്തെങ്കിലും വിള്ളലുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഈ ഒരു ചർച്ചയെ തകിടം മറിക്കാനുള്ള സാധ്യതകളും ഇസ്രായേൽ എടുക്കും. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. ഇങ്ങനെയുള്ള വീഡിയോസ് താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ ഇപ്പൊ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.